നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എപ്പോഴാണ്? വർണ്ണങ്ങൾ കാണുന്ന എപ്പോഴാണ്? സ്വപ്നങ്ങൾ കാണുന്ന എപ്പോഴാണ്? ഒരാളുമായി ഇഷ്ടത്തിലാകുമ്പോൾ, പ്രണയത്തിലാകുമ്പോൾ അല്ലേ? ആളുമായിട്ട് സ്നേഹത്തിലാകുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. അത് യാഥാർത്ഥ്യമായില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആ സ്നേഹബന്ധം യാഥാർത്ഥ്യമായില്ല എന്നുണ്ടെങ്കിൽ, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ സ്നേഹബന്ധത്തിൻ്റെ പര്യവസാനം എല്ലാവരും ആഗ്രഹിക്കുന്നത് കല്യാണം കഴിക്കണമെന്നാണ്. പിന്നെ ഇപ്പം ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെയല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും എല്ലാവരും സ്നേഹിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിന്തകളും ഒരുപാട് നല്ല കാര്യങ്ങളും സ്വപ്നങ്ങളൊക്കെ നമ്മൾ നെയ്ത് കൂട്ടും അല്ലേ? ചില ആൾക്കാർ കല്യാണം കഴിക്കും, ചിലത് കല്യാണം കഴിക്കത്തില്ല. മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞു മാറുന്നവരുണ്ടാവും. ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട്, അതായത് കുറച്ച് നാൾ നല്ല സ്നേഹത്തിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും. പെണ്ണായിരുന്നാലും ചെറുക്കനായിരുന്നാലും പറയും, എനിക്ക് നിന്നെ കെട്ടാതിരിക്കാൻ പറ്റത്തില്ല, നീ ഇല്ലാതെ ഞാൻ ജീവിക്കത്തില്ല, മരിച്ചു പോകുന്നൊക്കെ പലതും പറയും. പക്ഷെ അവർക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും അവർക്ക് ഒരു ഇഷ്ടക്കുറവ് തോന്നുകയാണെങ്കിൽ, ഇവനൊരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഇവളൊരു ബാധ്യതയാണെന്ന് തോന്നുന്ന സമയത്ത് അവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നമ്മൾ. അതിന് പല പല കാരണങ്ങൾ, പല പല റീസൺ പറയും. അപ്പോഴും ഏതെങ്കിലും ഒരു കാരണങ്ങൾ പറയും, രണ്ടുപേരും പറയും. ഒരാളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തില്ല, നല്ലതായിട്ട് പറയത്തുമില്ല. അങ്ങനെ ഇനി എന്ത് കാരണമായിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു കാരണത്താൽ, ആ കാരണം തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അതായത് വിധി എന്ന് പറയുന്നൊരു സത്യമാണ്. നമുക്ക് വിധിയെ മറികടക്കാൻ പറ്റുന്നില്ല. വിധിയെ മറികടന്ന് നമുക്ക് പോകാം. മറികടന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ദോഷം നമ്മൾ അനുഭവിച്ചിരിക്കും എവിടെയായിരുന്നാലും. ആ വിധിയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാശി എടുത്തുകൊണ്ട് ദൈവത്തിനോട് മല്ല് പിടിച്ച് നമ്മൾ ആ വിധിയെ നടപ്പിലാക്കി എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിനെയും മറികടന്ന് പോവുകയാണെങ്കിൽ ആ വിധി നമ്മളെ പിന്തുടർന്ന് തന്നെ ഇരിക്കും, ഉറപ്പായിട്ട് പിന്തുടരും. നമ്മൾ നശിച്ചു പോകും നമ്മൾ. അപ്പം അങ്ങനെ വിധിയല്ലാത്ത ഒരു രണ്ട് സ്നേഹബന്ധങ്ങൾ അവർ വിവാഹം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കില്ല, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് വിധിയുള്ളതാണെങ്കിൽ അത് വേറെ പിരിഞ്ഞ് പോകും. അതൊരു കാര്യം. രണ്ട്, ഉണ്ടാക്കിയെടുക്കുന്ന വിധി, അതായത് നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അവരോടാണ് ഞാൻ പറയുന്നത്. വിധിയായിട്ടുള്ളത് അങ്ങനെ പോട്ടെ. എനിക്ക് പറയാനുള്ളത് അങ്ങനെ അല്ലാത്ത ആൾക്കാരോടാണ്. നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്നേഹിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കുറച്ച് ദിവസം, കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് മടുക്കുകയാണെങ്കിൽ, അങ്ങനെ മടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ സന്തോഷത്തോടുകൂടി പറഞ്ഞ് പിരിഞ്ഞു പോവുക. വാശിയെടുക്കരുത്, വൈരാഗ്യം എടുക്കരുത്, അത് കൊലപാതകത്തിലെത്തരുത്. ഒട്ടുമുക്ക കാര്യങ്ങൾ ഞാൻ കണ്ടുള്ളൂ അങ്ങനെയാണ്. ഒരു പ്രണയം നിരസിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രണയത്തിലിരുന്നിട്ട് പെട്ടെന്ന് അതിൽ പെണ്ണോ ചെറുക്കനോ ഒക്കെ പിന്മാറുമ്പോൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ പിന്മാറുമ്പോഴത്തേക്ക് പുരുഷന്മാരാണ് അവർ ദ്രോഹിക്കുന്നത്. പെൺകുട്ടികൾ മോശമല്ല, പെൺകുട്ടികളും പല രീതിയിൽ നമുക്ക് ഒരുപാട് വാർത്തകൾ കേട്ടില്ലേ. ഈ പുരുഷൻ പിന്മാറി എന്ന് പറഞ്ഞ് പെൺകുട്ടി വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കാമുകനോ അകാമനെയും സുഹൃത്തുക്കളും ചേർന്നിട്ട് ഈ പയ്യനെ അടിച്ചു കൊന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ പ്രണയം നല്ലതാണ്, പ്രണയിക്കുക. അതെപ്പോഴും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ആരോഗ്യവും വർദ്ധിപ്പിക്കും. നിങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ആ പ്രണയം നിങ്ങളെ നശിപ്പിക്കും, അത് മറന്നു പോകരുത്. അതും കൂടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിമർശന ബുദ്ധിയുള്ള ആരെങ്കിലും ഇത് കേൾക്കാൻ നിൽക്കണ്ട. പ്രണയം നല്ലതാണ്. പ്രണയം നിങ്ങളുടെ സൗന്ദര്യവും അഴകും ആരോഗ്യവും ചിന്തയും വർദ്ധിപ്പിക്കുക പറയുന്നത്. നല്ല പ്രണയങ്ങൾ. മോശമായ പ്രണയമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്, ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത്. ചില പുരുഷന്മാർ ലഹരിക്ക് അടിമപ്പെടും, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഭ്രാന്ത് പിടിക്കും. ചിലർ ക്രിമിനലാവും, കൊലപാതകികളാവും. അങ്ങനെയാണ് കൊലപാതകം ചെയ്യുന്നത്. ഇവരോടാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സഹോദരന്മാർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുരുഷൻ നിങ്ങളെ വിട്ടു പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അതിൻ്റെ പിന്നാലെ പോകരുത്. നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാം, മനസ്സിൽ തീരാത്ത ദേഷ്യവും പകയും ഉണ്ടാവാം, വൈരാഗ്യം ഉണ്ടാവാം. പക്ഷെ ഒരു നിമിഷത്തെ എടുത്തിയാട്ടം ഉണ്ടാവരുത്. സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളെ പ്രകോപപ്പെടുത്തും. അവളെ നശിപ്പിക്കണം, അവളെ കൊല്ലണം, അവളെ വെറുതെ വിടരുത്, അവൾ മറ്റൊരാളുടെ ജീവിക്കരുതെന്ന് പറയും. പക്ഷെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. പെൺകുട്ടികളും അത് കണക്ക് തന്നെ. പെൺകുട്ടികളും എത്രയോ പേരുണ്ട്, അറിയാലോ, മറ്റേ ഡ്രിങ്ക്സ് കൊടുത്ത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. നമുക്ക് ചേർന്നതല്ല, നമുക്ക് ചേരാത്തത് നമ്മൾ ചേർക്കാൻ നിൽക്കരുത്. അതിൻ്റെ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. അതായത്
നമുക്ക് നല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് തോന്നുന്ന ഒരൊറ്റ കാര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. നമുക്കൊരു ബന്ധം തുടർന്ന് പോകുമ്പോൾ ആ ബന്ധം നല്ലതല്ല എന്ന് നമുക്ക് തോന്നിയാൽ, അങ്ങനെ തോന്നുവാണെങ്കിൽ നമ്മളത് ഒഴിവാക്കുക തന്നെ ചെയ്യുക. ഇനി അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത റിലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പോകും മുമ്പ് നന്നായിട്ട് ചിന്തിക്കണം. ബന്ധമാണ്, എടുത്തിയാടരുത്. പിന്നെ ഈ മടുപ്പിൻ്റെ കാര്യം നേരത്തെ വന്നില്ല, നിങ്ങൾ മടുക്കുമ്പോൾ പിന്മാറുന്ന ഈ മടുപ്പ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെ അറിയാമോ മടുപ്പുണ്ടാകുന്നത്? ഒരു പ്രണയത്തിൽ നമ്മൾ ഏർപ്പെട്ട് ഒരാളെ പരിചയപ്പെട്ട് കുറച്ച് നാൾ സഹകരിച്ച് പ്രണയത്തിൽ ഏർപ്പെട്ടു, നമ്മൾ നല്ല സ്നേഹത്തിലായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അൺലിമിറ്റഡ് ആയിട്ടുള്ള കോളുകൾ ചെയ്യാതിരിക്കുക, അല്ലേ? അതായത് ചോറ് തിന്നുമ്പോഴും കോള്, ചായ കുടിക്കുമ്പോഴും കോള്, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കോള്. ഇതൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. നമ്മളിപ്പം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആ പെൺകുട്ടി തിരിച്ചോ നമ്മൾ ആഗ്രഹിക്കും, ചോറ് കഴിച്ചോ അല്ലെങ്കിൽ ചായ കുടിച്ചോ, ഇന്നെന്താ പരിപാടി, ഇന്ന് ജോലിയുണ്ടോ, അല്ലെങ്കിൽ ഇന്നെന്താ പ്രോഗ്രാം. അതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിയുടെ വായിൽ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷം. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്താ ചായ കുടിച്ചോ, എവിടെയാണ്, എന്തിപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചോറ് കഴിച്ചോ, അല്ലെങ്കിൽ കഴിക്കുക, അതൊക്കെ അത് നമ്മളോടുള്ള ആ പെൺകുട്ടിക്ക് നമ്മളോടുള്ള ഒരു സ്നേഹവും, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവർ സ്നേഹിക്കുന്ന പുരുഷന്മാരോട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ആ പുരുഷന്മാരെ അവരൊരു കുട്ടികളെ പോലെയാണ് എപ്പോഴും കാണുന്നത്. പെൺകുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ അവർ വാത്സല്യത്തോടെ ചോദിക്കുള്ളൂ, മനസ്സിലായില്ലേ? അല്ല അവർ വേറെ ഒന്നും ഉണ്ടല്ല. നമുക്ക് അത് ഇറിറ്റേഷൻ ആകരുത്, പുരുഷനത് ഇറിറ്റേഷൻ ആകരുത്. കാരണം അവൾക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത്. പുരുഷനും തിരിച്ചങ്ങനെയാണ്, തിരിച്ചങ്ങോട്ട് കാണിക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലിക്ക് വിടുക, നമ്മൾ നമ്മുടെ ജോലിയിൽ പ്രവേശിക്കുക. നമ്മൾ എന്ത് ജോലിയാണോ, നമ്മൾ എന്ത് തൊഴിലാണ് ചെയ്യുന്നത്, നമ്മളൊരു നിത്യതൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്, ആരും ആയിക്കോട്ടെ, നമ്മളെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ട് നിൽക്കുക, അവരവരുടെ ജോലിക്ക് വിടുക. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത്, അതായത് നിങ്ങൾ വിളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തരുത്. സ്നേഹബന്ധത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരാളെ വിളിക്കാൻ വേണ്ടി സമയം കണ്ടെത്താൻ പാടില്ല. അവിടെയാണ് ജീവൻ തകരുന്നത്. നിങ്ങൾ അവരെ വിളിക്കണം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു തീരുമാനത്തിലെത്തിയിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ബന്ധം തകർത്തരിപ്പണമാവും. പെൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കണം. അയ്യോ അയാളെ വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമയം കണ്ടെത്തി വിളിക്കരുത്. അങ്ങനെ നിങ്ങൾ വിളിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അയാൾ ആ ടൈം കാത്തിരിക്കും. അങ്ങനെ കാത്തിരിക്കുമ്പോൾ അയാൾക്ക് ആ ടൈമിൽ കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് പ്രയാസം ഉണ്ടാവില്ലേ, ദേഷ്യം ഉണ്ടാവില്ലേ, അവിടെയാണ് വെറുപ്പുണ്ടാകുന്നത്. മടുക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വിളിക്കുക, അയാൾക്ക് സമയം കിട്ടുമ്പോൾ അയാൾ വിളിക്കുക, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് സംസാരിക്കുക, സന്തോഷമല്ലേ? അതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം നമുക്ക് ഈ ഒരുപാട് സമയം വിളിക്കുന്നതും ഒരുപാട് സമയം നമ്മൾ ഈ സംസാരിക്കുന്നതെന്നല്ല സ്നേഹം എന്ന് പറയുന്നത്. പരസ്പരം വിശ്വാസവും പരസ്പരം മനസ്സിലാക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം എപ്പോഴും അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുക. ഇത് കാമുകന്റെ കഥയല്ല ഈ പറയുന്നത്, അവരുടേത് ഉൾപ്പെടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലതല്ല എങ്കിൽ നിങ്ങൾ ഒഴിവാക്കി വയ്ക്കുക. ഒന്നും ഓർത്ത് ദുഃഖിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ ദുഃഖിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ദുഃഖം ഉണ്ടാവുള്ളൂ. സ്വയം നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയും. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ, നല്ലത് മാത്രം വരണം.